ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. എനിക്ക് ഈ വിളക്ക് കത്തിക്കലൊന്നും പതിവില്ലാത്തതാട്ടോ. ഇന്ന് ഏട്ടൻ മലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ മണ്ടലൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്, മാലയൊക്കെ ഇട്ടതായതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എണീറ്റ് വിളക്ക് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പണികളെല്ലാം വേഗം തീർത്തതിന് ശേഷം പാപ്പൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി കേട്ടോ. ഇന്ന് പൊന്നുവിന് പെണ്ണ് കാണാൻ ആൾ വരുന്നുണ്ട്. അപ്പം ഞാൻ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് വേഗം പരിപാടികളൊക്കെ തീർക്കുകയാണ് കേട്ടോ. ഇന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് ബാജി പോലെ വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. പാറൂസിനും സച്ചൂട്ടിനും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. ഏട്ടൻ മലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്നിപ്പം നമ്മൾ ഫുൾ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ചീനച്ചട്ടിയിൽ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഉള്ളി വഴറ്റുകയാണ് കേട്ടോ. സാധാരണ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം ഈ ഉള്ളി വഴറ്റുന്നതിലേക്ക് ഇട്ട് കൊടുക്കാറാട്ടോ പതിവ്. ഇന്ന് കുക്കറിൽ ഞാൻ ചെറുപയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചീഞ്ചട്ടിയിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഏട്ടൻ ചെറിയ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ധാന്യങ്ങൾ കൂടുതൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഒന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റുക കേട്ടോ. പച്ചമണം മാറുന്നത് വരെ ഇതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടതിന് ശേഷം അല്പം ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു പച്ചമുളകും കൂടി ഞാൻ ചീന്തിയിട്ടിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്, എരിവ് കുറവാണ് കേട്ടോ. അപ്പോഴതാ ഏട്ടൻ വരുമ്പോൾ വടയെല്ലാം കൊണ്ടുവരുന്നു കേട്ടോ. ഏട്ടൻ ഇന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് വടയൊക്കെ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. ഞാനിപ്പം കുറച്ച് കാലങ്ങളായിട്ട് അമ്പലത്തിലേക്കില്ല എന്ന് തീരുമാനം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു അന്ധവിശ്വാസമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ മാറുമായിരിക്കും, അറിയില്ല. ഇപ്പം എന്തായാലും ഞാൻ നിരീശ്വരവാദി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വടയും ചട്നിയും കൂട്ടി ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാൻ വെച്ചു. പൊതുവേ ഞാൻ വട ഇഷ്ടമുള്ള ആളല്ല കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന് കണ്ടപ്പോൾ വെറുതെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. സച്ചുട്ടൻ വട ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാട്ടോ. അപ്പോൾ അവനാണ് കാര്യമായിട്ട് വട കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ പാറൂസിനും വട നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾക്ക് അംഗനവാടിയിലേക്ക് ഞാൻ വടയാട്ടോ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ചോറിലേക്ക് ഞാൻ കറിയായിട്ട് ഉണ്ടാക്കുന്നത് കൂണാണ് കേട്ടോ. ഊട്ടി മഷ്റൂംസ് ഇവിടെ അടുത്തുള്ള പച്ചക്കറി കടയിൽ നിന്നും മേഡം വാങ്ങിയിട്ട് വന്നതാട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കൂണ് കഴിച്ചിട്ടില്ല. അതെങ്ങനെയാണ് നന്നാക്കുക എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എങ്ങനെ ഉണ്ടാക്കുക എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ യൂട്യൂബെല്ലാം നോക്കി ഇതെങ്ങനെ പൊളിച്ചെടുക്കുന്നത്, നന്നാക്കുന്നത്, വൃത്തിയാക്കുന്നതൊക്കെ നോക്കി. പൊതുവേ എനിക്ക് കൂണും പേടിയുള്ളൊരു കാര്യമാണ്. കാരണം കൂടുതലായിട്ടും കേട്ടിട്ടുണ്ട് പലർക്കും ഇൻഫെക്ഷൻ ആയെന്നൊക്കെ. അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല. അത് നമ്മൾ പറമ്പിൽ നിന്നൊക്കെ പറിക്കുന്ന കൂണുകളാണെന്നൊക്കെ കേട്ടപ്പോൾ കുറച്ചൊരു സമാധാനത്തിൽ ഞാൻ കൂണ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കണ്ടപ്പം കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അതേ അവസ്ഥയായിരുന്നു കേട്ടോ എനിക്കും. ഇതെങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയപ്പം അതിൽ ക്ലീൻ ചെയ്യുന്നതൊക്കെ കണ്ടപ്പം അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കൂണ് നന്നാക്കുന്ന സമയത്ത് ഞാൻ യൂട്യൂബിൽ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കമൻറ്റിലൊക്കെ ആളുകൾ വന്ന് പറഞ്ഞു നല്ല ടേസ്റ്റാണ് ഈ കൂണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, റോസ്റ്റ് പോലെ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടു കേട്ടോ. ഇന്ന് ഞാൻ നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ വറുത്തരച്ച് വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ ഇതെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതുപോലെ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചട്ടിയിലെ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ടുണ്ട്. പേസ്റ്റല്ല, ഞാൻ ജസ്റ്റ് ചതച്ചിട്ടുള്ളൂ കേട്ടോ. അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനിടയ്ക്ക് നമ്മുടെ സച്ചുട്ടൻ വെറുതെ വഴക്കുണ്ടാക്കി വരുന്നുണ്ട് കേട്ടോ. അവന് കുപ്പിയിൽ വെള്ളമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പകുതി മാത്രം ആക്കി കൊടുത്തതിന് പിണങ്ങി കിടക്കുകയാണ് കേട്ടോ. അവന് ഫുള്ളായിട്ടും വെള്ളമാക്കി കൊടുത്താൽ മാത്രമേ അവന് സമാധാനമുള്ളൂ. അത് കയ്യിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ടോ. സ്ഥിരമുള്ളതാട്ടോ, എന്തെങ്കിലുമായിട്ട് അവൻ വിചാരിച്ച കാര്യം നടക്കേണ്ടി വരും. ഇനി നമ്മുടെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആദ്യമായിട്ടുള്ള കറി വെക്കലായതുകൊണ്ട് നല്ല ടെൻഷനുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കൂണ് വെന്തോന്നൊന്നും നോക്കാൻ അറിയില്ല കേട്ടോ. എങ്ങനെയാണ് വെന്താലും ഉണ്ടാവുക എന്നൊന്നും അറിയില്ല. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല കേട്ടോ. അങ്ങനെ മസാലയുടെ പച്ചമണം മാറും വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ കൂൺ കഷ്ണങ്ങളെല്ലാം തന്നെ ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. മസാലയെല്ലാം കൂൺ കഷ്ണങ്ങളിലേക്ക് ആവുന്നത് വിധം നന്നായിട്ട്
ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും തന്നെ വെള്ളം ഇങ്ങനെ ഊറി വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കൂണ് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമാട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൂട് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള തേങ്ങ റെഡിയാക്കി എടുക്കാം. തേങ്ങയിലേക്ക് ഞാൻ പെരുംജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയൊരു ബ്രൗൺ കളറാവും വരെ വറുത്തെടുക്കണം. ഉണ്ടാക്കുന്നതിനിടയിൽ തന്നെ ഞാൻ ഒരുപാട് വട്ടം സച്ചൂട്ടിൻ്റെയും പാറൂസിൻ്റെയും അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ എനിക്കിത് ഓഫാക്കി പോകേണ്ടതായിട്ടൊക്കെ വന്നു കേട്ടോ. പാറൂസിന് അംഗനവാടിയിൽ പോകാനൊക്കെ ഉള്ളതാണ്. അപ്പോഴേക്കും ഞാൻ ഉരുളക്കിഴങ്ങ് കൊണ്ട് ബാജിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇന്ന് എന്തായാലും ഇത് കൊടുത്താൽ മതി. സച്ചൂട്ടിനും പാറൂസും ദോശയുടെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചെറിയൊരു ബ്രൗൺ കളറാവും വരെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മിക്സിയുടെ ജാറിലാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ എന്ത് പണിയെടുക്കുന്ന സമയത്തും ഇതുപോലെ സച്ചൂട്ടൻ വന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകും കേട്ടോ. അപ്പോഴേക്കും ഡൈനിങ് ഹാളിൽ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. എനിക്ക് ഇരട്ടിപ്പണിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ കൂണ് ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തരച്ച തേങ്ങ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരൽപ്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചെറുപയർ പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ സോയാബീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ നമ്മുടെ വാഴ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉണ്ണിക്കാമ്പ് എടുത്തിട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഉപ്പേരി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത വീഡിയോസൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഉണ്ണിക്കാമ്പ് ഉപ്പേരി ഉണ്ടാക്കുന്ന റെസിപ്പി വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഉണ്ണിക്കാമ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വെന്തതിന് ശേഷം തേങ്ങ ഇടുകയാണ് കേട്ടോ ഞാൻ ചെയ്തത്. ഒരു പച്ചമുളകും മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ എന്താ പാറൂസിനെയും കൊണ്ട് അംഗനവാടിയിലേക്ക് പോവാണ് കേട്ടോ. പോയിട്ട് അവിടുന്ന് നേരെ പാപ്പൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് കേട്ടോ വിചാരിക്കണേ. അങ്ങനെ ഞാനും പാറൂസും സച്ചൂട്ടനും കൂടി നേരെ അംഗനവാടിയിലോട്ട് പോവുകയാണ്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, നല്ല പൊരി വെയിലായിരുന്നു. അപ്പോൾ ഞാൻ ട്രക്കറിലാണ് കേട്ടോ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവളെ അംഗനവാടിയിലാക്കിയതിന് ശേഷം കുറച്ച് നടക്കാനുണ്ട് എൻ്റെ വീട്ടിലേക്ക്. പാപ്പൻ്റെ വീട്ടിലെത്തിയതും ഞാൻ എൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സച്ചൂട്ടൻ ഇതാ മുറ്റത്ത് കംപ്ലീറ്റ് ഓട്ടം തന്നെയായിരുന്നു കേട്ടോ. അവൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ മുറ്റത്ത് നിന്ന് അകത്തേക്ക് കയറുന്നത് അവന് ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. അവനിവിടെ ഇങ്ങനെ ഓടി കളിക്കണം കേട്ടോ. ചെക്കനൊക്കെ എത്താനായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ജ്യൂസെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ക്യാരറ്റ് കൊണ്ടുള്ള ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എത്താനായി എന്ന് കേട്ടപ്പോഴേക്കും പൊന്നു ആകെ ടെൻഷനിലാണ് കേട്ടോ. ഒരാളിവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് സച്ചൂട്ടിന് ഇവിടെ നല്ല കൂളായിട്ട് നിലത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവളുടെ എല്ലാ പെണ്ണ് കാണൽ ചടങ്ങിലും ഞാൻ വന്ന് വീഡിയോസ് എടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ പെണ്ണ് കാണൽ ചടങ്ങ്. അങ്ങനെ ആ ചെക്കൻ വരുന്നുണ്ടെന്ന് കണ്ടപ്പോഴേക്കും ഞാൻ എൻ്റെ ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാൻ എനിക്ക് നല്ല ചടപ്പ് തോന്നിയിട്ടോ. കാരണം അവരെന്ത് വിചാരിക്കും എന്നുള്ള തോന്നലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്താ തോന്നാനോ, ഇപ്പം എല്ലായിടത്തും ഇത് തന്നെയല്ലേ പതിവ് എന്ന് വിചാരിച്ച് ഞാനങ്ങനെ വീഡിയോസ് എടുക്കാൻ തുടങ്ങി. പൊന്നിങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എടുത്ത എല്ലാ വീഡിയോസും കൂടി കൂട്ടി വെച്ച് ഞാനൊരു ചെറിയ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. അങ്ങനെ ഞങ്ങളുടെ പെണ്ണ് കാണൽ ചടങ്ങ് അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കാനും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.